വന്നു വീണ കൈകൾ പാലാത് പാലാത്. ആദ്യം തന്നെ പറയാനുള്ളത്, ആർക്കും എന്നോടൊന്നും തോന്നരുത് കേട്ടോ. ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ചേച്ചിനെ കുറിച്ചിട്ടാണെങ്കിലും എൻ്റെ അടുത്തൊന്നും തോന്നരുത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 22 എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടിക്കൊണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ വലിയ ശോഭിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ ചേച്ചി ഇത് പറയുന്ന ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സത്യമായിട്ടും ഇതിനെ പിടിച്ചുകൊണ്ട് ഈ ക്ലോസറ്റിലൊക്കെ ഫ്ലഷ് അടിക്കണം. സത്യമായിട്ട് എനിക്കാണ് തോന്നിയിട്ടുണ്ട്. വന്നിരുന്ന് പറയാ ഈ ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ. പൊന്നു മക്കളെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പിന്നെ നെട്ടിക്കുന്ന വിവരങ്ങൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, നെട്ടിക്കും പോകും. പക്ഷെ ഇത് ആരാണ്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള മഹോന്നതന്മാർ ആരൊക്കെയാണ് ആർക്കും പറയാൻ മനസ്സില്ല. ഈ പറയുന്ന ചേച്ചിയാണെങ്കിൽ എൻ്റെ പേര് പെണ്ണ്, എൻ്റെ വയസ്സ് 22 എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടിയാലും ശരി പറയൂല ആരാണെന്ന്. ചൂഷണങ്ങളും നേരിടുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് സിനിമാ മേഖലയാണെന്നാണ് റിപ്പോർട്ട് തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഗൗരിക്ക് റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു എൻ്റെ പരിചയത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും ഇതിലൂടെ കടന്നു പോകും. ഓക്കെ, പരിചയത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾക്കടക്കം ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ പരിചയത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും സിനിമ മേഖലയിലുള്ള ആളുകളാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ സ്ത്രീകൾക്കിടയിൽ എൻ്റെ പേര് പെണ്ണ്, എൻ്റെ വയസ്സ് 22 എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി ആകാശത്ത് നിന്നും ബഹിരാകാശത്തേക്ക്, അവിടെ നിന്നും പിന്നെയും ശൂന്യാകാശത്തേക്കൊക്കെ പോയിട്ടുള്ള ഈ ചേച്ചി ഇതാരാണ് ആളെന്ന് പറയാത്തടത്തോളം കാലം ഇതിനൊക്കെ എന്ത് പറയാനാണ് ഇതിനോട്? ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ വളരെ ചെറുപ്പത്തിൽ വന്ന ആളാണ് ഞാൻ. ഈ 13-14 വയസ്സിൽ മൂവി ഇൻഡസ്ട്രിയായിട്ട് എക്സ്പോസ്ഡ് ആയ ആളാണ് ഞാൻ. ഇപ്പം ഇനീഷ്യൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാസിനോയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും അല്ലാണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ആളുകളെ പരിചയപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് 14-15 വയസ്സ്. അപ്പോഴേ ഈ പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ പറഞ്ഞ പോലുള്ള അപ്രോച്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അണ്ടർ ഏജും കൂടെയാണ്. അപ്പം ഇറ്റ്സ് ലൈക്ക് ലിറ്ററലി മറ്റേ പീഡോഫീലിയ, പോക്സോ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നെ പെണ്ണെന്ന് അഭിസംബോധിച്ചിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കണം കേട്ടോ. ഈ ഒരു പെണ്ണാണെങ്കിൽ എനിക്ക് ഉളുപ്പുണ്ടോ? ഈ ഉളുപ്പില്ലെങ്കിൽ അത് പോട്ടെ. എനിക്ക് ആർജവുണ്ടോ? ഈ ആളാരാണ് എന്നെ ചെറുപ്പം മുതലേ അപ്രോച്ച് ചെയ്ത് കണ്ട് ഇന്ന മാത്രമേ ഈ ഭൂമിയിലും ദുന്യാവിലും ഇനി മാത്രമേ ഒരു സ്ത്രീ ഉള്ളൂ എന്നുള്ള നിൽക്കണ്ട് ഇന്നെങ്ങനെ പണ്ട് മുതലേ അപ്രോച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളെ പേര് പറയാൻ എനിക്ക് എന്താ ആർജവില്ലേ? ഞാൻ അതും പോട്ടെ, ആർജവം വിട്ടേക്ക്. എനിക്ക് ആർത്തവുള്ള യഥാർത്ഥ ഉത്തമ പെണ്ണാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ നീ പറയ ആളെ പേര്, അതല്ലാതെ വെറുതെ വന്ന് ഞാൻ ഇരുന്നിട്ട് ഓരോ ഈണത്തിലും പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ലടോ. നമുക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവം അറിയുന്നൊരു പ്രായം പോലും അല്ല. സോ എങ്ങനെ ഏതിൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുക? 15-14 വയസ്സ് ആ സമയത്ത് ഇതെന്താ സംഭവം? ഒരാളിങ്ങനെ തൊടലും പിടിക്കലും പിച്ചലും ആ രീതിയിൽ അപ്രോച്ച് നടത്തുമ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുമായിരുന്നു അത്ര ചേച്ചി. 14 വയസ്സിലത്ര. എൻ്റെ പൊന്നു ചേച്ചി, ഇനിയൊക്കെ വേറെ എവിടേക്കും പോയി എന്തെങ്കിലും ഈ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വളർത്തി ജീവിച്ചോ ഇനിയൊക്കെ? ആ ഒരു സമയത്ത് ഞാനിപ്പം പുതിയ നമ്മൾ ഭയങ്കര ആരാധനയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആളുകളെയാണ് നമ്മൾ പെട്ടെന്ന് നേരിട്ട് പരിചയപ്പെടുന്നത്. ഇറ്റ് ക്യാൻ ബി ലൈക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇറ്റ് ക്യാൻ ബി സിംഗേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന വലിയ സ്റ്റാറുകൾ. അപ്പോൾ ഒന്നും നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കുകയാണ്. അത് പറ്റൂല, അത് ശരിയല്ല. ഒരു പെണ്ണെന്ന സ്ഥിതിക്ക് ഇപ്പം ഈ ക്വാലിറ്റി, ഈക്വിറ്റി, തേക്കുറ്റി, പൂക്കുറ്റി അല്ലെങ്കിൽ ഈ സമത്വമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഒരു പെണ്ണ് പോയാണ്ട് ഓരോ പുരുഷന്മാരുടെ ഇടയിൽ ഇങ്ങനെ വായും പൊളിച്ചാണ്ട് വലിയ സ്റ്റാറുകളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആകാം. അതെന്ത് വർത്താനാണ് സ്ത്രീയെ? ഇവരുമായിട്ട് നമുക്ക് സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പം ഒരു പെർട്ടിക്കുലർ വ്യക്തി വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഗോഡ് ഫാദർ പോലെയാണ് പുള്ളിനെ കണ്ടിരുന്നത്. ആൻഡ് ദെൻ ഈ സംസാരം പതുക്കെ അതിൽ നിന്ന് മാറി ഒരു സെക്ഷുവൽ ഫേവേഴ്സിൻ്റെ സൈഡിലോട് സംസാരം മാറുകയും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ വരികയും പിന്നെ പതുക്കെ ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് ഞാൻ ആ കണക്ഷൻ കുറച്ചുകൊണ്ട് വരും. പഠിക്കാൻ പറ്റുന്നതെന്നാണ് സത്യത്തിൽ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം. എനിക്ക് പല കാര്യങ്ങളും തോന്നുന്നുണ്ട്, ഞാനത് പറയാം. കാരണം അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, ഇത് ശരിയാണെന്നുള്ള യാതൊരു ഇതും എനിക്കില്ല. എൻ്റെ ഊഹം അങ്ങനെയാണ്. ഇപ്പം ഈ സ്ത്രീ പറഞ്ഞില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചാൽ വല്ലതും പഠിക്കാൻ പറ്റും. ഇത് ഏത് പ്രായത്തിലാണ് വിചാരിച്ചിട്ടുണ്ടാവുക? 14-15 വയസ്സിലാണത് ചിന്തിക്കുന്നത്. അപ്പം മറ്റേ ചിന്തകളൊന്നും ചേച്ചിൻ്റെ മനസ്സിൽ ഇതെന്താണ് ചെയ്യണത്, അയ്യോ ഇതെന്താണ് ഇയാൾ ഏതോ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ്, എന്താണ് ഇയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചിന്തയിലൊക്കെ നിൽക്കുന്ന ചേച്ചിക്ക് ഇവരടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും, എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ചിന്ത ചേച്ചിക്ക് അക്കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ഇത് ഇല്ല. ഒരു ഇൻഡസ്ട്രിയിൽ പണിക്ക് പോയി
ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതും ആ ഒരു പീഡോപിലി അതല്ലെങ്കിൽ ഈ പോസ്കോ എന്നൊക്കെ പറയുന്ന ആ ഒരു കാലയളവിൽ ഈ സ്ത്രീനെ ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുള്ള അയാള് ഈ സ്ത്രീ വെറുതെ വിട്ടു. അത് പിന്നെ ആ ഒരു പ്രായത്തിൽ പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു വിചാരിക്കാം. ഈ പ്രായമായിട്ടും അടുത്ത കേൾക്കുമ്പോൾ മനസ്സിലാവും, ഈ പ്രായമായിട്ടും ഈ കോള് ചെയ്യുന്നുണ്ട്, ഇനി വരുന്ന ജോലിക്കുന്നു ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ സ്ത്രീക്ക് ആർത്തവും നട്ടലും ഇല്ലാത്തൊരു സ്ത്രീയാണിത്. അത് ആരാണ് ആളെന്ന് പറയാൻ പറ്റാത്ത കാലത്തോളം ഈ സ്ത്രീ വന്നിരുന്നു കണ്ട് ഇതിനൊക്കെ ഇങ്ങനെ ഓരോ ചാനലിൽ കൊണ്ടുവന്നിരുന്നു പറയുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ. കാരണം ആ ഒരു സമയം ഇതേ മ്യൂസിക് ഡയറക്ടർ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പോയിട്ടില്ല. ഇതേ മ്യൂസിക് ഡയറക്ടർ എന്നെ വീണ്ടും വിളിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയിട്ടില്ല. എനിക്ക് എൻ്റെ അടുത്തൊന്നും പറയാനില്ല. എനിക്ക് എന്താന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്കിടയിൽ ഭയങ്കര ക്ഷോഭം വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിയത് ആലോചിക്കുമ്പോഴും എനിക്ക് ചെറിയ പക്ഷെ ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടും അത് എന്താണ്, ആരാണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എപ്പോഴാണെന്നൊന്നും പറയാനുള്ള ഒരു ആർത്തവം തന്നെ പറയാം. അതിനുള്ള ആ നട്ടലുള്ള സാധനമുള്ള സ്ത്രീകൾക്ക് എന്ന് പറയുന്ന ആർത്തവമില്ലാത്തൊരു സ്ത്രീയായി പോയി ഇത് അല്ലേ? സത്യത്തിൽ അങ്ങനെയല്ല വാസ്തവം. അപ്പം താരങ്ങളായിട്ട് കാണുന്ന ആൾക്കൊന്നും അത്ര വലിയ പ്രഭയില്ലെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അല്ല, ഈ ഗവൺമെന്റ് നമ്മുടെ പിണറായി എന്താ എനിക്ക് അയാളെ പേര് തീരെ താല്പര്യമില്ല കേട്ടോ. അയാളാണ് കേരളത്തിന് ഇന്നത്തെ അത് വല്ലാത്തൊരു സ്ഥിതിയാണ്. നമുക്ക് നോക്കുമ്പോൾ ഇപ്പൊ കേരളത്തിന് എന്താ കുഴപ്പം നമ്മൾ ചിന്തിച്ചു പോകും. അത് വേറെ വിഷയങ്ങളാണ്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഹേമ കമ്മിറ്റിന്റെ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വിടാനുള്ള ഒരു സാധനം, അതിന്റെ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. ഈ അടുത്ത് വടകരയിൽ കാഫിർ പ്രയോഗം നടത്തി കണ്ടൊരു കമന്റ് ഇട്ടിരുന്നു. അത് ഈ പറയുന്ന പരനാറി വിജയനും ടീമും ചെയ്തിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നത്. അതിൻ്റെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഹേമ കമ്മിറ്റി എടുത്തിട്ട് കഴിഞ്ഞല്ലോ. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി പിണറായിക്കൊന്ന് ക്ഷോഭിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഈ ഗവൺമെന്റ് തന്നെ പറഞ്ഞതായിരിക്കും ഇത് ഈ പേരൊന്നും പുറത്ത് പറഞ്ഞത്. എന്താണോ പ്രശ്നം? പേര് പുറത്ത് പറഞ്ഞാൽ കൊല്ലട്ടെ, അല്ലാതെ പിന്നെ അയ്യോ. അപ്പോൾ ഗൗരിയെ ഞെട്ടിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് തുറന്നു പറയാനല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം എന്നെ അപ്രോച്ച് ചെയ്ത ആളുകളും ഒക്കെ എന്നെക്കാളും 20-25 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിന് മേലെയൊക്കെ പ്രായം, അത്രയും വ്യത്യാസമുള്ള ആളുകളാണ് എന്നോട് അങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയിട്ടുള്ളത്. ഈ ചേച്ചി ഉടനീളം എനിക്ക് ഭയങ്കര, ഞാൻ ചെറുതാണ് കേട്ടോ, ഇപ്പോഴും ഒരു പൈഡലാണ്, ഞാൻ എൻ്റെ മുലക്കുടി എപ്പോഴും മാറിയിട്ടില്ല, എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ ഇത് എപ്പോഴും ചോപ്പാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേച്ചി പറയുന്നുണ്ട്. എന്താ പറയാ, നടിമാർക്ക് മാത്രമല്ല ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ്, ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം ഗൗരിയുടെ കൂടെ ഒരുപാട് ഡാൻസേഴ്സ് അവരൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ അവരും ആ രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യെസ് എനിക്ക് എൻ്റെ GL ലൈവ് എന്ന് പറയുന്നത് 6 ഡാൻസേഴ്സും കൂടെ 6 സബ്സിഡിയറി ആളുകളുണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവരുടെ അടുത്ത് നിന്ന് കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വന്നിരിക്കുക, പല കഥകളും പറയാ, ഇതെല്ലാം നടക്കുന്നു ഈ സ്ത്രീന്റെ എന്താ പറയാ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ആ സ്ത്രീന്റെ അധീനതയിലുള്ള ഒരു ഡാൻസ് ഗ്രൂപ്പാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾക്ക് ഈ രീതിയിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. എങ്കിലും എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 22 എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ട്. ഒന്നും പറയുന്നില്ല. അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടപ്പം മുറിവ് എന്നുള്ള പാട്ട് വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ അതായത് ഞാൻ ഇത് മുന്നേ പറഞ്ഞു വെച്ചതാണ്, വീണ്ടും അത് പറയേണ്ടതുണ്ട് എന്നുള്ള തന്നെയല്ലേ കാരണം? ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല. ദയവായിട്ട് മുറിവ് എന്ന് പറഞ്ഞ പാട്ടൊന്ന് ഓർമ്മപ്പെടുത്തായിരുന്നു അവിടെ ചേച്ചി. എനിക്ക് തോന്നുന്നത് പോസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ക്യാപ്ഷനെ ആരോട് പറയാമെന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നി ഞാനിപ്പം ബഹിരാകാശത്ത് നിന്ന് പതുക്കെ ആകാശത്തേക്ക് തന്നെ തിരിച്ചിറങ്ങിയെന്ന് എനിക്കൊരു തോന്നൽ. അത് കാരണം തന്നെ ഞാൻ ഒന്നുകൂടി പോസ്റ്റ് ചെയ്തതാണ്. വീണ്ടും ബഹിരാകാശത്ത് നിന്നും അവിടെ നിന്ന് നീ വീണ്ടും ശൂന്യാകാശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നതായിരിക്കും നന്നാവും ചേച്ചി. കാരണം നമുക്ക് നിയമവ്യവസ്ഥയിൽ ഈ വിക്ടിമായവരുടെ പേര് വെളിപ്പെടുത്തുന്നതേ ഉള്ളൂ. നിയമവ്യവസ്ഥ എന്നൊന്നും പറയരുത് ചേച്ചി. ഇത് ഗവൺമെന്റിന്റെ, ഇപ്പം കേരളം ഭരിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റിന്റെ പ്രത്യേക താല്പര്യം അത്ര പറഞ്ഞാൽ മതി. നിയമവ്യവസ്ഥയിൽ എങ്ങനെ ഏതെങ്കിലും ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ പുറത്തു വിട്ടിരുന്നത്, അങ്ങനെ നിയമം ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഇത് പേര് പുറത്ത് പറയരുതെന്ന് കുറേ ഈ
വലിയ വലിയ പഴയ തമ്പുരാക്കന്മാരെ പോലെയുള്ള ആളുകളൊക്കെ സംരക്ഷിച്ച് വെക്കണ്ടേ. പേര് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അവരറിയും. വീണ്ടും ഇതുപോലെ പോയിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നപ്പോൾ വേറെ ആരെങ്കിലൊക്കെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തന്നെ എവിടെയെങ്കിലും 2 തക്കാളി മോഷ്ടിച്ചാലോ അല്ലെങ്കിൽ 1 കിലോ അരി എവിടെന്നെങ്കിലും എടുത്താലോ ഒരു 500 റുപ്യ എവിടെന്നെങ്കിലും കട്ടാലോ അതിനെ കുറിച്ച് വട്ടമേശ ചേർത്ത അയാളെ പേര്, ജാതകം, നാട്, ഊര്, ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ, കുടുംബം സർവ്വത് എടുത്തിട്ടിട്ട് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഇതുപോലുള്ള ഏമമാർ എന്ത് കൂത്താളിത്തരം കാണിച്ചു കഴിഞ്ഞാലും ആർക്കും ഒരു പ്രശ്നമില്ല. ഇടപെട്ട് ഇതാണ് കേരളം. പക്ഷെ ഇപ്പം ഈ ആരാണ് അവരെ യൂസ് ചെയ്തത് അവരുടെ പേരും പുറത്തുവിടില്ല. അപ്പം ഏത് രീതിയിലാണ്, അപ്പം എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാലല്ലേ ഇതിനൊരു ഫലം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, പേരുകൾ പുറത്തു വരണം എന്നുള്ളത് ഒരു കാര്യം. ഇത് വിത്ത് പ്രൂഫാണ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് പേര് പുറത്തുവിടാൻ വയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു തെളിവുമില്ല. എന്തുകൊണ്ടാണ് പറ്റാത്ത പേര് പുറത്തുവിടാൻ? എന്താ അത് ശരിയാ, പറഞ്ഞ കാര്യം ഓക്കെയാണ്. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഉറപ്പ് ഇല്ലല്ലോ. ഇപ്പോഴും എന്നെ അപ്രോച്ച് ചെയ്യോ, ഇപ്പോഴും വിളിക്കൂ, രണ്ട് ചെയ്യൂ, ഞാൻ മാത്രമേ ഈ ലോകത്തൊരു പെണ്ണായി ജനിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നീ ഒന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേര് പറയാനുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മാതൃക ഇങ്ങോട്ട് നിൽക്കേണ്ടത് ഈ വലിയ എന്തോ മറ്റതാണ് എന്നെ അങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാണ് എന്നൊക്കെ വിചാരിച്ച ആ ഒരു രീതിയിൽ ആറ്റിറ്റ്യൂഡിൽ ഒന്ന് സംസാരിക്കാതെ ആരാണ് എനിക്ക് ഒരാളെ സംശയമുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ പറയുമ്പോൾ അത് മോശമല്ല, അത് ശരിയില്ലല്ലോ. അപ്പം ആരാണെന്നുണ്ടെങ്കിലും പേര് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ത്രീ എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 22, പാടുപെട്ടു നേടിയൊരു തൊഴിൽ എനിക്ക് ദൈവം, കണ്ടറിഞ്ഞു നിന്നാലോ തൊട്ടു നന്നായി കൂടുമെന്ന് ചൊല്ലി എൻ്റെ തോളിൽ വന്നു വീണ കൈകൾ പലത്. ഈ പാട്ട് പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ 22 വയസ്സ് നോക്കുമ്പോൾ ഈ ചേച്ചിക്ക് ഉറക്കക്കുറവുള്ള കാരണമാണ് തോന്നുന്നത്. ഭയങ്കര അപ്പം എൻ്റെ മുഖം ഫേസൊക്കെ പോലെ തന്നെ ചേച്ചിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രായം തോന്നിക്കും. 22 വയസ്സായിരിക്കും ഓക്കെ, പക്ഷെ പ്രായം ഒരു 10-26 തോന്നിക്കും എന്നൊക്കെ പറയുമ്പം തെറ്റും അത് ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്ക് തോന്നില്ല. കാരണം ആരും പറയും ഒരു 10-27 വയസ്സൊക്കെ ഈ സാധനത്തിന് ഉണ്ടാവും എന്നുള്ളത്. വന്നു വീണ കൈകൾ പലത്. പാടുമ്പോൾ നോക്കണേ പാലത് എവിടുന്നോ ഈ ഏതോ യൂണിവേഴ്സ് എന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തോന്നുന്ന തലയിലേക്ക് സാധനങ്ങള്, വരികളൊക്കെ എന്താ പറയാ.